ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനി കോടതിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും എന്തായടാ എങ്ങനെയാടാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കലി വരികയാണ്. എന്ത് പറയാനാണ്, ഇവളെനിക്ക് ഡിവോഴ്സ് മേടിച്ച് തരില്ല. കാരണം ഇവളാ ജഡ്ജിയുടെ മുന്നിൽ വെച്ച് കരഞ്ഞ് മെഴുകുകയായിരുന്നു. അപ്പോൾ ജഡ്ജിയുടെ മനസ്സങ്ങോട്ട് മാറി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ വേണുവാണെങ്കിൽ അതെ, ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വായ മൂടി പോകില്ലേ, പിന്നെ എന്തുകൊണ്ടാണ് അനി ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരുന്നത്? എടോ, തനിക്കൊക്കെ നഷ്ടപരിഹാരം തരാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചിട്ടില്ല. ഈ ഡിവോഴ്സ് നടക്കണമെന്ന് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതേപോലെ തന്നെ ഡിവോഴ്സ് ഞാൻ മേടിച്ചെടുക്കുകയും ചെയ്തു. ദേ, എൻ്റെ കയ്യിൽ നിന്ന് കിട്ടാതെ താൻ പൊയ്ക്കോടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ധൈര്യമുണ്ട് നിനക്ക്, എങ്കിൽ തല്ലടാ. നീ കോടതി മുറ്റത്ത് വെച്ച് തന്നെ നീ എന്നെ തല്ല്. ഇവിടെ കുറേ ക്യാമറകളുണ്ട്. ആ സമയത്തെ നീ എന്നെ തല്ലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതും കൂടി ഒരു എവിഡൻസ് ആവും. അപ്പം ഇതുകൊണ്ട് കോടതിയിൽ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൽ പിടിച്ച് നിൽക്കാനായിട്ട് പറ്റുമോടാ. നിനക്ക് ഒരിക്കലും ഡിവോഴ്സ് കിട്ടാനായിട്ട് പോകുന്നില്ല. അപ്പോഴേക്കും ഈ നമ്മുടെ അനാമികയാണെങ്കിൽ അതെ, നിങ്ങൾക്ക് ഡിവോഴ്സ് തരാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അത് ഞങ്ങൾ ചോദിക്കുന്ന പണം ഇങ്ങോട്ട് താ, എന്നിട്ട് നിങ്ങൾ ഇതിൽ നിന്ന് ഊരിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അനാമികയുടെ അച്ഛനും കൂടി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ നവീൻ വക്കീലാണെങ്കിൽ എടാ, അവർ പറയുന്ന പണം കൊടുത്തില്ലെങ്കിൽ അവരിതിൽ നിന്ന് വഴങ്ങി തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷിച്ചതാടാ. എനിക്ക് അവളോടുള്ള ആ ഒരു ഇതില്ലേ, എനിക്ക് സഹിക്കുന്നതിൽ അപ്പുറമായിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ നവ്യാണ്. അപ്പം നവ്യാണെങ്കിൽ കണ്ണാടി നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയുകയാണ്, എന്താണ് നവ്യെ, നീ നേരത്തെ നിൻ്റെ സൗന്ദര്യത്തിൽ വലിയ ആസ്വദിച്ചിരിക്കുകയായിരുന്നല്ലോ. ഇപ്പം എന്താ, നിൻ്റെ സൗന്ദര്യം ഒന്നും നോക്കാനായിട്ട് നിനക്ക് താല്പര്യമില്ലേ? നീ ആകെ മുഷിഞ്ഞു പോയൊരവസ്ഥയിലായി പോയല്ലോ. നിനക്കിപ്പോൾ എന്താ, മനസ്സുകൊണ്ട് നീ മടുത്തോ എന്നൊക്കെ ഇങ്ങനെ കണ്ണാടി നോക്കി തന്നെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴാണ് അഭി വരുന്നത്. അപ്പോൾ അഭി നവ്യയുടെ അടുത്തേക്ക് വരികയാണ്. നവ്യേ, ദേ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് നവ്യേ എന്ന് പറഞ്ഞപ്പോഴേക്കും എന്ത് പ്രധാനപ്പെട്ട കാര്യം? അതായതേ, വലിയൊരു ഡീല് നടക്കാൻ പോവുക, ഡയമണ്ടിൻ്റെ ഡീല്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നവ്യ ഇങ്ങനെ കണ്ണും പിടിച്ച് നോക്കിക്ക. ആ ഡീലിനെ ഞാനും കൂടി പോകുന്നുണ്ട് പങ്കെടുക്കാനായിട്ട്. ഇത് കേട്ട നവ്യാണെങ്കിൽ നിന്നെന്തിനാ പങ്കെടുക്കാൻ വേണ്ടി അവർ കൊണ്ടുപോകുന്നത്? അതിന് നിനക്ക് അത്രയ്ക്ക് വലിയ പ്രാധാന്യമൊക്കെ ഉണ്ടോ അഭി എന്ന് ചോദിച്ചപ്പോഴേക്കും പിന്നെ അല്ലാതെ, ഇപ്പോൾ ഡേവിഡ് സാറിന് എന്നെ ഭയങ്കര വിശ്വാസമാണ്. അതുകൊണ്ട് എവിടെ പോയാലും അദ്ദേഹത്തിന് എന്നെ കൊണ്ടുപോകാതെ ഒരു തൃപ്തിയില്ല. എവിടെ പോയാലും ഞാൻ വരണമെന്ന് തന്നെയാണ് പറയുന്നത്. ഈ ഡീലിനും അതേപോലെ തന്നെയാ എന്നെ കൊണ്ടുപോകണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ് അദ്ദേഹത്തിന് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട നവ്യയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നുകയാണ്. അല്ല, എന്നിട്ട് നീ പോകാൻ തീരുമാനിച്ചല്ലേ, പിന്നെ ഇങ്ങനൊരു വലിയ ഡീലിന് പിന്നെ പോകണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും കാരണം നീ തന്നെയാണ് നവ്യെ. നീയല്ലേ എന്നെ ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോയത്, അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ ഭാഗ്യങ്ങളെല്ലാം എനിക്ക് വന്നത് എന്നും പറഞ്ഞുകൊണ്ട് തോളിലങ്ങനെ കയറി പിടിക്കുക. അപ്പോൾ തോളിൽ കയറി പിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നവ്യക്ക് അതിനങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നവ്യാണെങ്കിൽ ആ കൈ അങ്ങോട്ട് പതുക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് പറയാണ്, അതല്ല ഇരിക്കട്ടെ, പിന്നെ ആ ഡയമണ്ട് ഇതിൻ്റെ ഡിസൈനൊക്കെ എന്നെയും കൂടി ഒന്ന് കാണിക്കണേടാ. അത് പിന്നെ കാണിക്കാതിരിക്കോ? നിന്നോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയും, പക്ഷെ ഇപ്പോഴല്ല, ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ, അതിന് ശേഷം പറയുള്ളന്നേ. എൻ്റെ സഹായം വേണമെങ്കിലും ഞാൻ നിനക്ക് ചെയ്തു തരാവേ, അതിന് യാതൊരു മടുപ്പും എനിക്കില്ല എന്നൊക്കെ പറയുമ്പോഴും പിന്നെ അല്ലാതെ നീ എനിക്ക് വേണ്ടിയുള്ള സഹായങ്ങളെല്ലാം ചെയ്തു തരുമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം നവ്യെ. അതിന് എനിക്ക് യാതൊരു തടസ്സം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അപ്പം നവ്യ ഇങ്ങനെ ചിന്തിക്കണം, ഈ പ്രാവശ്യം മൂർത്തി മുത്തശ്ശനെ തകർക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. മൂർത്തി മുത്തശ്ശൻ ഉയരങ്ങളിലേക്ക് തന്നെ പോകണം. അതിന് ഇവനെ ചാക്കിട്ട് പിടിച്ചാലേ ശരിയാവുള്ളൂ. എന്തുകൊണ്ടാണ് ഇവനെ ജ്വല്ലറി ഈ ഒരു പരിപാടിക്ക് കൊണ്ടുപോകണമെന്നൊക്കെ അറിയണമല്ലോ. ഇവൻ്റെ കയ്യിൽ നിന്ന് എല്ലാം പിടിച്ചെടുക്കണം. അതിന് ഇവനെ സോപ്പിട്ടാലേ മതിയാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നവ്യ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്താ നവ്യ എന്താ ആലോചിക്കുന്നത്? ഞാൻ ആലോചിക്കുകയായിരുന്നു, അഭിയുടെ ഒരു ഭാഗ്യേ, അഭിക്ക് ഇങ്ങനൊരു ഓഫറൊക്കെ കിട്ടിയിരിക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം നിൻ്റെ ഭാഗ്യം തന്നെയാണ്. നീ കാരണമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം. നിന്നോട് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കും നവ്യെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളും പറയാം. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നവ്യക്കാണെങ്കിൽ കാലി വരികയാണ്. ഇപ്രാവശ്യം എടാ നീ ജയിക്കില്ലടാ, ഏഞ്ചലൊരു താന്നു പോകും. എൻ്റെ ആദർശേട്ടനും എൻ്റെ നയനയും മാത്രമേ ജയിക്കാനായിട്ട് പോകുന്നുള്ളൂ. ആദർശേട്ടൻ ഇനി ഉയരങ്ങളിലേക്ക് പോകും, അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ
പിന്നീട് കാണിക്കുന്നത് നമ്മുടെ എൻ ജ്വല്ലറിയിൽ ചെന്നിരിക്കുകയാണ്. അഭി അങ്ങോട്ട് ചെന്നിരിക്കുക. അപ്പോൾ അഭി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽസുകളെല്ലാം നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ നവ്യാണെങ്കിൽ നേരെ ഇവരുടെ അടുത്തേക്ക് പോവുകയാണ്. കാരണം ഡേവിഡ് സാറിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഡേവിഡിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ഡേവിഡ് പറയുകയാണ്, ഏതായാലും നവ്യയ്ക്ക് ഒരു ഇതും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. എന്താണ് സാറെന്ന് ചോദിച്ചപ്പോഴേക്കും നവിയുടെ കൂടെ മോഡലായിട്ട് ഒരാളും കൂടി വരുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ സെലിബ്രിറ്റി ലേഡി സൂപ്പർ സ്റ്റാർ ആണെന്നൊക്കെ പറയണം. എന്താണ് സാർ, എൻ്റെ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ സാർ, ഞാൻ എന്തെങ്കിലും പിഴവ് കാണിച്ചോ സാർ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കുമേ ഒരിക്കലും ഇല്ല, അങ്ങനെ ഒരു പിഴവ് കാണിച്ചല്ല. ഇത് നവിയുടെ കൂടെ അങ്ങനെ വരുന്നതും നവ്യക്ക് തന്നെയല്ലേ വലിയ ഡിമാൻഡ് വരാനായിട്ട് പോകുന്നത്, വലിയ സെലിബ്രിറ്റിയൊക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ ഞങ്ങൾ പോകുന്നുള്ളൂ. എന്താ ഞങ്ങൾ സെലിബ്രിറ്റീനെ കൊണ്ടുവരുന്നത് നവ്യക്ക് തീരെ ഇഷ്ടപ്പെടാത്ത കാര്യമാണോ? അയ്യോ സാർ, അങ്ങനെയൊന്നും അല്ല സാർ. പെട്ടെന്നൊരു സെലിബ്രിറ്റി എൻ്റെ ഭാഗത്ത് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ചെറിയൊരു ഡൗട്ടൊക്കെ തോന്നി. എൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടെങ്കിൽ അതെല്ലാം മാറ്റാനാണല്ലോ സാർ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കുമേ അങ്ങനെയൊന്നുമില്ല, ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നവ്യക്ക് എപ്പോഴും ഇവിടെ സ്ഥാനം ഉണ്ടാകുന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഇതിനെ കാണിക്കുകയാണ്, അതായത് മാളവികയെ. അപ്പോൾ മാളവിക നയനയോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നയനയുടെ പുതിയ ഡിസൈനുകളെല്ലാം അയക്കണമെന്നും ഇവർ ഒരു ഡീലിന് പോകുന്നുണ്ടെന്നും ഡിസൈനുകളെല്ലാം ഇത് ചെയ്താൽ മതിയെന്നും ഞാൻ എടുത്തോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നവ്യ കേബിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ നവ്യയെ കാണുകയാണ് മാളവിക. മാളവികയെ നല്ല തിരക്കാണെന്ന് തോന്നുന്നല്ലോ. കുറച്ച് തിരക്കുണ്ട് മേഡം. എന്താ മേഡം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അല്ല ഈ മാളവിക ഇപ്പം ആരോടാ ഫോണിൽ സംസാരിച്ചത്? അല്ല മാളവിക ആരോടെങ്കിലും സഹായം ചോദിക്കുന്നുണ്ടോ? അല്ല ഡിസൈനെ കുറിച്ചുള്ള സഹായം? ഏയ് അങ്ങനെയൊന്നുമില്ല. പിന്നെ ചിലരുടെയൊക്കെ അഭിപ്രായം ചോദിക്കുന്നത് നല്ലതാണല്ലോ, കാരണം ഇതൊരു ഡീലർഷിപ്പ് അല്ലേ, നമ്മൾ നല്ല 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 ഡിസൈനുകളെല്ലാം ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ പിന്നെ ചിലരുടെയൊക്കെ അഭിപ്രായം ചോദിക്കുന്നു, അത്രയും മാത്രമേ ഉള്ളൂ. ഞാനിപ്പം ചെയ്ത ഡിസൈനാണ്, ഇതൊന്ന് നോക്കിയേ എന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുക. അപ്പോൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും കൊള്ളാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഡിസൈനൊക്കെ കാണുമ്പോഴേ എൻ്റെ അനിയത്തി നയനയില്ലേ, നയന ഡിസൈൻസിൻ്റെ ഒരു സാദൃശ്യമൊക്കെ വരുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മാളവികയ്ക്ക് ചെറിയൊരു ചിരിയൊക്കെ വരികയാണ്. എന്തായാലും കൊള്ളാം, നിങ്ങൾ ഉയരങ്ങളിലേക്ക് തന്നെ പോട്ടെ. നിങ്ങൾ വന്നത് കൊണ്ടാണല്ലോ ഇവർക്ക് ഇങ്ങനെ ഉയരം വരാനുള്ള കാരണം. അതിന് ഞാൻ മാത്രം കാരണക്കാരിയല്ലല്ലോ, അത് നവ്യയും കൂടി കാരണക്കാരിയാണല്ലോ എന്ന് മാളവിക ഇങ്ങനെ പറയാണ്. ഞാൻ എത്ര നാളും ഉണ്ടാകും ഇല്ലാതെ ആകുമെന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. അതെന്താ നവ്യ, അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോഴേക്കും അങ്ങനെയാണല്ലോ ബിസിനസ്സിലൊക്കെ, ഓരോരോ പുതിയ ആൾക്കാരെ കിട്ടുമ്പോൾ പഴയതിന് ആവശ്യമില്ലെന്ന് തോന്നും, അപ്പോൾ ഒഴിവാക്കും, അത്രയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെയും പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും മാളവികയ്ക്ക് എന്തൊക്കെ ചെറിയൊരു സംശയമൊക്കെ തോന്നുകയാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാനുള്ള കാരണം? പിന്നീട് നവ്യ അഭിയെ കാണാനായിട്ട് അഭിൻ്റെ ക്യാബിനിലേക്ക് ചെല്ലുക. ആ സമയത്ത് എന്തൊക്കെയോ അഭി ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് നവ്യയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അഭി അവിടെ നിന്ന് അത് കൂട്ടിയിട്ട് നേരെ ചാടി എണീക്കുകയാണ്. എന്താണ് നിനക്കൊരു വെപ്രളം? ഒന്നുമില്ല, ഡീലർഷിപ്പിനൊക്കെ പോവല്ലേ, അതിൻ്റെതായ ചില ഡീറ്റെയിൽസുകളെല്ലാം നോക്കാറുണ്ട്. എടാ നീ എനിക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്താ അത് കാണിച്ചു തരാത്തെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കാണിച്ചു തരാം, നിന്നെ കാണിക്കാതെ എനിക്ക് വല്ല ഡീലർഷിപ്പ് ഉണ്ടോ? നീയല്ലേ എൻ്റെ ഭാഗ്യം, അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നവ്യ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അത് കാണിച്ചു തന്നിട്ട് വേണം എനിക്കിതെല്ലാം ആദർശേട്ടൻ്റെ ഇതിലേക്ക് സെൻഡ് ചെയ്യാനായിട്ട്. അങ്ങനെ സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശേട്ടന് കാര്യങ്ങളെല്ലാം എളുപ്പമാവും, അവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി ആദർശേട്ടന് മനസ്സിലാവും. അങ്ങനെ ആദർശേട്ടൻ ഈ ഡീലിൽ ജയിക്കുകയും ചെയ്യും, അനിയും ജയിക്കുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ മനസ്സിന്തിക്കുകയാണ്. അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ നവ്യ അവിടെ നിന്ന് പോകും. അപ്പം നവ്യയുടെ ആ പോക്ക് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അഭിക്കാണെങ്കിൽ കലി വരുന്നുണ്ട്. അവളുടെ ഗമ കണ്ടില്ലേ, എൻ്റെ അച്ഛൻ കാരണമാണ് എനിക്കിവിടെ കയറി പറ്റാനുള്ള സാധ്യത വന്നത്, എന്നിട്ട് എല്ലാം അവളുടെ ക്രെഡിറ്റ് പോലും, അവളാണ് ക്രെഡിറ്റ് മുഴുവൻ മേടിച്ചെടുക്കുന്നത്. കാണിച്ചു തരാടി, നിന്നെ കാണിച്ചു തരാം എങ്ങനെ ഇവിടെ നിന്ന് ഒഴിവാക്കുമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാടി നിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
അപ്പോൾ വളരെയേറെ ക്രൂരമായിട്ട് അങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവ്യാണെങ്കിൽ കൂട്ടുകാരത്തെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയണം. എടി ഞാൻ തന്ന ഡീറ്റെയിൽസ് മുഴുവനും നീ ആദർശേട്ടൻ്റെ ഇതിലേക്ക് സെൻഡ് ചെയ്യണം. അത് പിന്നെ ഞാനതൊക്കെ ചെയ്തോളാടി. ഇപ്പോൾ ആദർശേട്ടനെ സഹായിക്കലാണല്ലോ നിൻ്റെ ജോലി. മൂർത്തീസ് കമ്പനിയെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകണമല്ലോ. അതാണല്ലോ നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം. അതെ, ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം എനിക്ക് ഇങ്ങനെയൊക്കെ പ്രായശ്ചിത്തം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ഒരിക്കലും മൂർത്തീസ് കമ്പനി താഴത്തേക്ക് പോകാനായിട്ട് പാടില്ല. ജ്വല്ലറി പല കള്ളത്തട്ടിപ്പുകളോടും കൂടി തന്നെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യസന്ധമായവരെ വിജയിക്കുള്ളൂ എന്നും പറയുകയാണ് നമ്മുടെ നവ്യ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ആദർശിൻ്റെ ആ ഒരു ലാപ്ടോപ്പിലേക്ക് ഈ ഡീറ്റെയിൽസ് മുഴുവനും ചെല്ലുകയാണ്. അപ്പോൾ നയനയാണെങ്കിൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നയന ചോദിക്കുകയാണ് എന്താ ആദർശമായിട്ട് കാര്യങ്ങളെന്ന് ചോദിച്ചപ്പോഴേക്കും ഇത് കണ്ടോ, ജ്വല്ലറി ഈ പ്രാവശ്യം ഡീലർഷിപ്പ് നടത്താൻ പോകുന്ന സകല ഡീറ്റെയിൽസും എനിക്ക് വന്നിട്ടുണ്ട് എന്ന് പറയാണ്. ആരയച്ചത്? മാളവികയാണ് അയച്ചത് എന്ന് ചോദിക്കുകയാണ്. മാളവികയെന്നല്ല, മാളവികയ്ക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസും അറിയില്ല, ഇതിനെക്കുറിച്ച് ഒരു സംഭവം അറിയില്ല. പക്ഷേ അന്ന് എനിക്ക് അജ്ഞാതയിൽ നിന്ന് മെസ്സേജ് വന്നില്ലേ, അവർ തന്നെയാണ് ഇത് അയച്ചതെന്നും പറയാണ്. പക്ഷെ ആദർശേട്ടാ, ഇത് അയച്ചത് ആരാണ്? എന്തിനു വേണ്ടിയാണ് അവർ നമുക്കിത് അയച്ചു തരുന്നത്? ആദർശേട്ടാ സൂക്ഷിക്കണമേ. കാരണം അന്നത്തെ പോലെ ചതികളൊന്നും സംഭവിക്കാനായിട്ട് പാടില്ല. ഇനി നമ്മളെ തകർക്കാൻ വേണ്ടിയാണ് ഇവർ ചെയ്യുന്നതും പോലും പറയാനായിട്ട് പറ്റില്ല ആദർശേട്ടാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതൊക്കെ എനിക്കറിയാം നയന, പക്ഷേ ഇത് നല്ലൊരു ഡീറ്റെയിൽസ് തന്നെയാണ്. ഇത് നമുക്ക് അനിക്കും കാണിച്ചു കൊടുക്കണം, അനിയുടെ ഇതിലേക്ക് അയച്ചു കൊടുക്കണം എന്നൊക്കെ പറയണം. അവനാണല്ലോ ഡീലർഷിപ്പിന് പങ്കെടുക്കാനായിട്ട് പോകുന്നത്. അതെ എന്നൊക്കെ നമ്മുടെ നയനയും പറയാണ്. അങ്ങനെ നമ്മുടെ അനിയെ വിളിച്ച് വരുത്തുകയാണ്. അപ്പോൾ അനിയെ വിളിച്ച് വരുത്തി കഴിഞ്ഞപ്പോഴേക്കും അനിയോട് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. എടാ, എനിക്ക് കുറേ ഡീറ്റെയിൽസ് മുഴുവനും കിട്ടിയിട്ടുണ്ട്. പക്ഷേ നീ ഈ ഡീലർഷിപ്പിന് പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും ആദർശേട്ടാ ഞാൻ പങ്കെടുക്കണോ? ഞാൻ പങ്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കുന്തും അറിയില്ല. ആ സമയത്ത് ഞാനിത് പങ്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മുന്നേറാനായിട്ട് സാധിക്കുമോ ആദർശേട്ടാ? അതാണിപ്പോൾ എനിക്ക് ഡൗട്ടായിട്ട് തീർന്നിരിക്കുന്നതെന്നും പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും അനി, കാരണം നീ പങ്കെടുത്ത് അവിടെ നിനക്ക് വിജയിക്കാനായിട്ട് പറ്റും. എല്ലാത്തിനും സഹായമായിട്ട് ഞാൻ നിൻ്റെ പിന്നാലെ തന്നെയുണ്ട്. പിന്നെ എന്തിനാ നീ ടെൻഷൻ അടിക്കുന്നത്? പക്ഷേ ഈ ഡീലർഷിപ്പിന് നീ പങ്കെടുക്കുന്ന കാര്യം അഭി അറിയാനായിട്ട് പാടില്ല. അപ്പോൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് നീ പങ്കെടുക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിക്ക് വളരെയേറെ സന്തോഷമായിരിക്കും. പിന്നെ അവൻ ഒരു നീക്കങ്ങളും ചെയ്യില്ല. എനിക്കെന്ന് സംഭവിച്ചതുപോലെ നിനക്ക് സംഭവിക്കാനായിട്ട് പാടില്ല. കണ്ടില്ലേ, ഞാൻ ഡീലർഷിപ്പിന് പങ്കെടുക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ എന്നെ മയക്കിക്കെടുത്തത് കണ്ടില്ല. ആ ഒരു അനുഭവം നിനക്ക് ഒരിക്കലും ഉണ്ടാകാനായിട്ട് പാടില്ല. മനസ്സിലായോ? ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളിലെ നീക്കുകിടപ്പ് നീ ചെയ്താൽ മതി. ആദർശേട്ടൻ എൻ്റെ പിന്നിലുണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും പേടിക്കാനില്ല. എങ്കിൽ പിന്നെ ധൈര്യമായിട്ട് പോയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിയെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ നമ്മുടെ നയനയെ കാണിക്കുകയാണ്. നയനയാണെങ്കിൽ ഇങ്ങനെ കുറച്ച് ആപ്പിളും ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് ആദർശ് ചെല്ലുകയാണ്. അപ്പോൾ ആദർശ് ഞാൻ അനിയെ കണ്ടായിരുന്നു, അനിയോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചായിരുന്നു. അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡീലർഷിപ്പിൻ്റെ കാര്യമൊക്കെ. പക്ഷേ അഭിയുടെ മുന്നിൽ താൻ ഡീലർഷിപ്പിന് പങ്കെടുക്കുന്നില്ല എന്ന് വേണം പറയാനെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അവനെ ആകെ കാട്ടുകോഴിയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ആ മാളവികയുടെ പിന്നാലെയാണ്. മാളവികയുടെ പിന്നാലെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ പ്രണയം പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണിനെ വളയ്ക്കാതെ അവന് ഒരു തൃപ്തി ഉണ്ടാവില്ല. അവൻ്റെ വിചാരം മാളവിക കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ്. മാളവികയും അതേപോലെ തന്നെ അവൻ ആ രീതിയിലാണ് പെരുമാറുന്നത്. അങ്ങനെ രണ്ടുപേരും പ്രണയമായി എന്നറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ സകല ഡീറ്റെയിൽസും ഈ മാളവികയോട് പറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി തന്നെയാണ് ഞാൻ മാളവികയോട് ഈ കളിയിൽ ആരംഭിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ നയനയ്ക്കാണെങ്കിലും ഭയങ്കര സങ്കടം തോന്നുകയാണ്. എന്നാലും അവൻ എന്തൊരു മനുഷ്യനാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ നവ്യേച്ചിയാണെങ്കിൽ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അഭിയോ അങ്ങോട്ട് സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഒരു കുഴപ്പമില്ലാതെ കഴിയുന്നത്. എന്നിട്ട് പോലും സ്വന്തം ഭാര്യയെ വിട്ടിട്ട് അവൻ എന്തിനാണ് കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ പോകുന്നത്? അവൻ്റെ ഒരു ക്വാളിറ്റി ആണല്ലോ നയന. അവൻ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് പറ്റില്ലല്ലോ. പക്ഷേ അത് വേണം, നവ്യക്കത് വേണം. നവ്യ ഒരു ദിവസം ആ കാഴ്ച അവളുടെ കണ്ണാലെ കാണും. അത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും നമ്മളെല്ലാം പറഞ്ഞത് സത്യമായിരുന്നുവെന്ന്. അങ്ങനെ അവൾ മനസ്സിലാക്കണം. അല്ലാതെ നിന്റെ അമ്മയും അച്ഛനൊക്കെ ഒരുപാട് പറഞ്ഞു നോക്കിയതല്ലേ, നവ്യ അതൊക്കെ വിശ്വസിച്ചോ? ഇല്ലല്ലോ.
അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു അനുഭവം അവൾക്കുള്ളത് നല്ലതാണ്. അവൻ്റെ യഥാർത്ഥ മുഖം അവളുടെ കണ്ണുകളിൽ വെച്ച് തന്നെ അവൾ കാണട്ടേന്നേ എന്നൊക്കെ ആദർശ് നയനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഭിയോട് മുത്തശ്ശനും ബാക്കിയുള്ളവരെല്ലാവരും ചോദിക്കുകയാണ് ഈ ഡീലർഷിപ്പിന് പോണ കാര്യം. ഇത് കേട്ട നമ്മുടെ അനി പറയുകയാണ്, ഇല്ല ഞാൻ ഡീലർഷിപ്പിന് പോകുന്നില്ല എന്ന് പറയുകയാണ്. ഇത് കേട്ട് ജലജയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ഡീലർഷിപ്പിന് പോകുന്നില്ല നീ? ഇല്ല, ഞാൻ ഡീലർഷിപ്പിന് പോകുന്നില്ല മുത്തശ്ശ. ഞാൻ ഡീലർഷിപ്പിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ തോറ്റ് തുന്നമ്പാടിയേ വരുള്ളൂ. അതുകൊണ്ട് ഡീലർഷിപ്പിന് പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന് അനി അവിടെ തുറന്നടിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശൻ പറയുകയാണ്, ശരി, ഡീലർഷിപ്പിന് പോയി കഴിഞ്ഞാൽ ഒരു തുന്നമ്പാടി വരുമെന്ന് നിനക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ പോകണ്ട. കാരണം അങ്ങനെ പോയിട്ടും വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനാ നീ പോകുന്നത്? അതേ മുത്തശ്ശ, എന്നെ കൊണ്ട് ഇതിനൊന്നും സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ജയൻ പറയണം, നിനക്ക് എന്താണ്, നിനക്കൊന്ന് പോയി നോക്കാൻ പാടില്ലേ? ഇല്ല എനിക്ക് അങ്ങനെ പോയാലൊന്നും ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ പോകത്തുമില്ല, എനിക്ക് പോകാൻ എൻ്റെ മനസ്സ് അനുവദിക്കില്ല. ഞാൻ പോയില്ലെന്ന് പറഞ്ഞാൽ പോയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അനി അവിടെ നിന്ന് കയറി പോവുകയാണ്. അപ്പോൾ അനി അവിടെ നിന്ന് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ജയൻ അവിടെ പറയുകയാണ്, എങ്കിലച്ചാ ഞാൻ പോകട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും വേണ്ട, അനി നിസാരക്കാരനല്ല, അനി MD ആണ് കമ്പനിയുടെ. അതുകൊണ്ട് MDയെ കവർന്ന് ഒരു നടപടിയും ഇവിടെ വേണ്ട. മനസ്സിലായല്ലോ? MD എന്ന് പറഞ്ഞാൽ അവൻ MD തന്നെയാണ്. ആ MDയുടെ വാക്കിനപ്പുറം നിങ്ങൾ പോകാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് നമ്മുടെ ജയൻ അവിടെ സംസാരിക്കാൻ നിൽക്കില്ല. പക്ഷേ ജലജയ്ക്ക് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സന്തോഷം തോന്നുകയാണ്. അങ്ങനെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശി നിൽക്കുക. അവർക്കാണെങ്കിൽ ഭയങ്കരേറെ സങ്കടവും തോന്നുകയാണ്. പക്ഷേ എന്നാലും ആ ഡീലർഷിപ്പിന് പോകുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് അപ്പതേ ആനി പതുങ്ങി വന്നിട്ട് നേരെ മുത്തശ്ശിയോടും പറയണം, അതേ ഞാനേ ഡീലർഷിപ്പിന് പോകുന്നുണ്ട് മുത്തശ്ശ. കാരണം അപ്പേ അവിടെ ജലജാപ്പച്ചി ഇരുന്നില്ലേ, അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയാതിരുന്നത്. അങ്ങനെ ആദർശേട്ടൻ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത്. ഏതായാലും നീ ഡീലർഷിപ്പിന് പോകുന്ന കാര്യം അഭി ഒരിക്കലും അറിയരുതെന്ന്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശന് ഒരു സമാധാനമൊക്കെ തോന്നുകയാണ്. മുത്തശ്ശി ചിരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, എന്തിനാണ് മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാനായിട്ട് പോകുന്നത്? അത് പിന്നെ മുത്തശ്ശ, ആദർശേട്ടൻ എൻ്റെ പിന്നിൽ കളിക്കുന്നത് കൊണ്ട് എനിക്ക് ഇത്രയും ധൈര്യം വന്നത്, അല്ലാതെ എനിക്ക് ഇതിനെക്കുറിച്ച് വല്ലതും അറിയാവോ എൻ്റെ മുത്തശ്ശ എന്നിങ്ങനെ ചോദിക്കുകയാണ്. നിനക്കറിയില്ലെങ്കിൽ ഇവിടെ ബിസിനസ്സിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള കുറേ ആൾക്കാരുണ്ട്, അവരോട് ചോദിക്കാം. അല്ലാതെ ഒരു പ്രാവശ്യം മണ്ടത്തരം കാണിച്ച് ബിസിനസ്സിൽ തോറ്റുപോയ അവനോടല്ല ചോദിക്കേണ്ടത്. എൻ്റെ പൊന്നു മുത്തശ്ശ, ഞാൻ ആദർശേട്ടനോട് ചോദിച്ചെന്ന് വിചാരിച്ച് ഒരു കുഴപ്പവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അല്ലാതെ എനിക്ക് വിജയിക്കാനായിട്ട് കഴിയില്ല. ഇനി ആ മുത്തശ്ശനെ ഇതിൽ പിടിച്ച് കയറാൻ നിൽക്കണ്ട മുത്തശ്ശ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശിയൊക്കെ ചിരിക്കുകയാണ്. ഏതായാലും എനിക്കറിയായിരുന്നു എല്ലാം അവൻ്റെ ബുദ്ധിയാണെന്ന്. ആദർശേ മിടുക്കനാണ്, അവൻ കളി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അനിയുടെ പിന്നാലെ അവന് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡീലിന് അനി ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ വിഷുവോടെ ഉള്ള അവൻ്റെയൊക്കെ ഉയർപ്പ് നമ്മളാണ് ഇനി ഉയർത്ത് വരാനായിട്ട് പോകുന്നതെന്ന് മുത്തശ്ശൻ പറയുകയാണ്. സമയം തന്നെ ജലജയാണെങ്കിൽ നമ്മുടെ അഭിയെ വിളിക്കുകയാണ്. അപ്പോൾ അഭിക്ക് ആ കോള് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ തള്ള എന്തിനെ വിളിക്കുന്നത്, അച്ഛനെ ഉപദ്രവിച്ചെന്നറിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഈ തള്ളയോട് ഇഷ്ടമല്ല, എന്നാൽ എടുക്കണമല്ലോ. എന്താ അമ്മയെ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും, മോനെ അഭി നീ പോവാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഒരു സന്തോഷ വാർത്തയുണ്ട്, ഡീലർഷിപ്പിനെ അനി പങ്കെടുക്കില്ല എന്ന്. സത്യമാണോ പറഞ്ഞത്? അതെ, സത്യം തന്നെ പറഞ്ഞത്. ഈ ഡീലർഷിപ്പിന് അനി പങ്കെടുക്കില്ല എന്ന് എല്ലാവരോടും വന്ന് പറയുകയും ചെയ്തു. അവന് പങ്കെടുക്കാൻ ഭയമാണെന്ന്, അവന് അതിനെക്കൊണ്ട് സാധിക്കില്ലെന്ന്. ആഹാ, കൊള്ളാം, നല്ല കാര്യം, ഇങ്ങനെ വേണമല്ലോ വരാനായിട്ട് എന്നവിടെ പറയുകയാണ്. ഏതായാലും സമാധാനമല്ലേ? പിന്നെ വളരെയേറെ സമാധാനമായി. അപ്പോൾ ഈ പ്രാവശ്യവും ഡീലർഷിപ്പ് നമുക്ക് തന്നെ അല്ലേ അമ്മേ എന്ന് ചോദിച്ചപ്പോഴേക്ക് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയാണെങ്കിൽ നന്ദുവിനെ വിളിക്കുക. അപ്പം നന്ദുവിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താണ് അനി വിളിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഞാനേ ഡീലർഷിപ്പിന് പോവുകയാണ്, ഒന്ന് പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിക്കാൻ മാത്രമല്ല വഴിപാടും കഴിക്കും ഞാൻ, അതിനൊരു സംശയം വേണ്ട കേട്ടോ
ഏതായാലും എനിക്ക് ടെൻഷനുണ്ട്. എന്തിനാ ടെൻഷൻ? ആദർശേട്ടനും നേച്ചിയൊക്കെ കൂടെ ഇല്ലേ? അപ്പൊ പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ശരിയാണ്, ആദർശേട്ടൻ ഏത് കാര്യത്തിനും എൻ്റെ ഒപ്പം കൂട്ടു നിൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. അല്ലാതെ എനിക്കിതിനെക്കുറിച്ച് അറിയില്ലടി. ഇതിപ്പോ ഏതായാലും അനി, ഈ പ്രാവശ്യം ഡീലർഷിപ്പിന് നീ ജയിച്ചിരിക്കും. ഉറപ്പാത് ജയിക്കണമല്ലോ. ഇനി മൂർത്തീസ് കമ്പനി താഴോട്ട് പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ആ ഒരു വാശി എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ വേണോടാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് നന്ദുവിൻ്റെ അമ്മ വരുന്നത്. അമ്മ വരുന്നുണ്ട്, ഞാൻ ഫോൺ കട്ടാക്കാൻ പോകുന്നു പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഫോൺ കട്ടാക്കുകയാണ്. അപ്പം അമ്മ ഒന്ന് ചോദിക്കണം, ആരാടിയാ ഫോണിനകത്ത്? അനിയല്ലടി. ആര്? അനിയൊന്നുമല്ല. എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? അനി തന്നെ ആ ഫോൺ ഇങ്ങോട്ട് തന്നെ. എന്തിനാ ഫോൺ തരുന്നത്? എന്നെ വിളിച്ചത് നവീനേട്ടനാണെന്ന് പറയണം. നവീനോ? അതെ, നവീനേട്ടനാ. ഈ സമയത്താണ് നവീൻ വിളിക്കുന്നത്. ഈ സമയത്ത് വിളിക്കും, ഞങ്ങൾ ചിലപ്പോൾ പാതിരാത്രി വിളിക്കും. അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്. കേസിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഓഹോ, അത് ശരി. അപ്പോൾ നിന്റെ ഫോണ് റിങ് അടിച്ചൊന്നും കേട്ടില്ലല്ലോ. അയ്യോ, അത് പിന്നെ ഞാൻ അങ്ങോട്ടാണ് വിളിച്ചത് അമ്മേ. പിന്നെ എങ്ങനെ റിങ് അടിക്കുന്നത് കേൾക്കുന്നത്? ഒരു കാര്യം, നവീൻ മോനാണെങ്കിൽ എതിർവശെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അനിയാണെങ്കിൽ ഞാൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മോളെ, എൻ്റെ സ്വഭാവം നിനക്ക് ശരിക്കറിയാലോ. അനിയെ വിളിച്ച് പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വായി തോന്നിയൊക്കെ പറയും. പിന്നീട് അവന് നാണക്കേടും കൊണ്ടൊരു അവസ്ഥ ഉണ്ടാവില്ല. പറഞ്ഞ വാക്ക് പാലിക്കാൻ പറയും ഞാൻ. പിന്നെ നിന്റെ കാരണം ഒട്ടിച്ച് ഞാൻ പുകയ്ക്കും. പറഞ്ഞു മനസ്സിലാലോ? എൻ്റെ പൊന്നെ, കല്യാണം കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലാണ് ഇങ്ങനെ സംശയം കാര്യങ്ങൾ. ഇത് സ്വന്തം അമ്മ തന്നെ മോളെ സംശയിക്കല്ലേ? സംശയിക്കോടി, ഞാൻ നിന്നെ സംശയിക്കും. കാരണം അതേപോലുള്ള കാര്യങ്ങളാണല്ലോ നീ കാണിച്ചു കൂട്ടുന്നത്. ഞാൻ കണ്ടില്ല കേട്ടില്ലെന്നൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ കനകം അവിടെ നിന്ന് പോവാ. അപ്പോൾ കനകം നേരെ ഗോവിന്ദനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ഒരു കാര്യം ചെയ്യും, നിനക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നവീനെ ഇപ്പം തന്നെ വിളിക്ക്. അപ്പോൾ ആ ഡൗട്ട് തീരുമല്ലോ ഈ സമയത്തോ. അങ്ങനെ നവീനെ വിളിക്കുന്നത് ശരിയാണോ ഗോവിന്ദേട്ടാ? വിളിച്ച് കഴിഞ്ഞ് ചുമ്മൊരു വിശേഷങ്ങൾ ചോദിച്ചാൽ മതി. ഓണത്തിന് ഈ ബർത്ത്ഡേക്ക് വന്ന് മോൾക്ക് മോതിരമൊക്കെ കൊടുത്തല്ലേ, അപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. പിന്നെ വിളിച്ച് ചോദിക്കാം അല്ലേ? ചോദിക്കുന്നേ. അങ്ങനെ നവീനെ വിളിക്കണം. അപ്പം നവീൻ ഫോൺ എടുക്കുകയാണ്. ആൻറ്റി, എന്താ ആൻറ്റി വിളിച്ചത്? ഒന്നുമില്ല മോനെ, ചുമ്മാ വിശേഷങ്ങളെല്ലാം അറിയാൻ വേണ്ടി വിളിച്ചതാണ്. മോൻ്റെ വിശേഷങ്ങളെല്ലാം അറിയണമല്ലോ. അതിന് ഞാൻ നന്ദുവൊക്കെ എപ്പോഴും കാണുന്നുണ്ടല്ലോ. ഇപ്പം കുറച്ച് മുമ്പ് കൂടി നന്ദു എന്നെ വിളിച്ചേളൂ. ആണോ മോനെ വിളിച്ചായിരുന്നല്ലേ നന്ദു? പിന്നെ അല്ലാതെ എന്നെ നന്ദു വിളിച്ചായിരുന്നല്ലോ. എന്താ ആൻറ്റി? ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചതാ. അവളെന്നോട് പറഞ്ഞായിരുന്നു നവീനെ വിളിച്ചെന്ന്. കുഴപ്പമൊന്നുമില്ല മോനെ. പിന്നെ ആൻറ്റി എന്താ വിളിച്ചത്? അല്ല, ഞാനിങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ മോന് നമ്പർ കണ്ടു, അതുകൊണ്ട് ചുമ്മാ വിശേഷങ്ങളെല്ലാം ചോദിച്ചെന്നേ ഉള്ളൂ. ശരി മോനെ എന്നും പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുക. അപ്പം നന്ദുവിന് ഭയങ്കര ഒരു സന്തോഷം തോന്നിക്കുക. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.